അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. നമുക്ക് പഠനം മധുരം ചാനലിലൂടെ കാൻ കരിക്കോട് സാറിൻ്റെ കുട്ടികളുടെ മനസ്സറിയാം എന്ന വിഷയത്തിൽ തുടങ്ങി ഇന്ന് ഏകദേശം 17 വയസ്സ് വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് വിവരങ്ങൾ, നമുക്ക് അറിവുകൾ പകർന്നു തന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 18 വയസ്സിൽ വരുന്ന മാറ്റങ്ങൾ, മാനസികമായും ശാരീരികമായും വരുന്ന മാറ്റങ്ങളും ആ കുട്ടിയിൽ നിന്ന് നമ്മൾ ആ കുട്ടി എന്നുള്ളതല്ല, ആ യുവാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ പ്രായത്തിൽ, സാറ് കഴിഞ്ഞ വീഡിയോത്തിൽ നമ്പർ ഞാനൊരു യുവാവെന്ന് പറഞ്ഞപ്പോൾ 15 വയസ്സ് യുവാവെന്നാണ് ഞാൻ കരുതി വെച്ചിരുന്നത്. പക്ഷേ യുവാവിൻ്റെ തുടക്കം പോലും ആയില്ല. ഇതൊരു പക്വതയില്ലാത്ത സമയമാണ് 17, 18 എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. സാറേ, ഇനി 18ാമത്തെ വയസ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നാൽ ഉപകാരപ്പെടും. 18 വയസ്സ് എന്ന് പറയുന്നത് നിയമപരമായി പ്രായപൂർത്തിയായി എന്നുള്ളതാണ്. പക്ഷെ നിയമപരം മാത്രമേ ആകുന്നുള്ളൂ, മാനസികമായ പക്വത എത്തിയിട്ടില്ല. അത് കൗമാരക്കാരനാണ്. ഞാൻ 13 മുതൽ 19 വയസ്സ് വരെ എന്നാണ് പറഞ്ഞത്. കൗമാരം 19ലും തുടരുകയാണ്, 20ലേക്കും നീങ്ങാം. അപ്പോൾ അതാണ് കൗമാരത്തിൻ്റെ കാര്യം. നിയമപരമായി 18 വയസ്സ് അത് പൂർത്തീകരിച്ചു. ഇനി അതുപോലെ തന്നെ ശാരീരികമായി വളർച്ച വന്നു, മുതിർന്നു, ഉയരം വെച്ചു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ രോമം വന്നു, ശബ്ദം വന്നു, താടി വന്നു, ഗംഭീരം വന്നു, ലൈംഗിക വളർച്ച വന്നു. പൂർണ്ണമായിട്ടില്ല, സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ വേണം. പക്ഷേ ഇവിടെ എപ്പോഴും ഞാൻ നിയമപരമായി എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തോടൊപ്പം സന്തോഷവും ആസ്വാദനവും ഒക്കെ വേണം. എല്ലാം എനിക്ക് ആസ്വദിക്കണം, ഈ ചെറുപ്പത്തിലല്ലേ ആസ്വദിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായത്, വികാരങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ 16 വയസ്സിലെ വികാരത്തെക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ 18 വയസ്സിൽ വരും. പിന്നെ അതുപോലെ തന്നെ പരാജയ ഭീതി, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയം ഉണ്ടായാൽ ഒരുപാട് വിഷമപ്പെടുത്തു പോകുന്ന ഒരു സമയം ഈ 18 വയസ്സാണ്. പിന്നെ അതുപോലെ തന്നെ സൗഹൃദം കൂടുതലുണ്ടാകണമെന്നും സൗഹൃദത്തിലേക്ക് നീങ്ങണമെന്നും ഒക്കെ ആഗ്രഹം, അടുത്ത ബന്ധങ്ങളുണ്ടാകാം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ വളർച്ചയെല്ലാം ഉണ്ടെങ്കിലും തലച്ചോറ് വികസിച്ചിട്ടില്ല. അതെ, തലച്ചോറ് പൂർണ്ണമായി വികസിച്ചിട്ടില്ല. ചിന്തിക്കാനുള്ള ശേഷി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുമില്ല. ഏത് കാര്യത്തിൻ്റെ അന്ത്യം എങ്ങനെയാകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ ദീർഘകാല ലക്ഷ്യങ്ങൾ, കുട്ടികളിലുണ്ടാകേണ്ട ദീർഘകാല ലക്ഷ്യങ്ങൾ, നമ്മൾ 20 വയസ്സ് വരെ 15 വയസ്സ് വരെ അല്ല ജീവിക്കുന്നത്. നമ്മളൊരു അള്ളാഹ് തന്നിരിക്കുന്ന 120 വയസ്സെന്ന് പറഞ്ഞാലും അള്ളാഹ് തരുന്ന കാലം വരെ 120 അല്ലെങ്കിൽ 80, 90 വയസ്സ് വരെ ക്വാളിറ്റി ലൈഫായിരിക്കണം, അല്ലാതെ വെറുതെ അല്ല. സമൂഹം നമ്മളെ ബഹുമാനിക്കുന്ന തലത്തിലുള്ള ഒരാളായി മാറണം. അതാണ് കുട്ടിക്ക് വേണ്ടത്. അല്ലാതെ പണം കൊണ്ടിട്ട് നമ്മളൊരു വലിയ കാറിനകത്ത് കയറി പോകുന്ന കണ്ടോ, അയാളുടെ കാറ് കണ്ടോ, അപ്പോൾ കാറ് കണ്ടോ എന്ന കാർ എങ്ങനെ ഉണ്ടാക്കിയെന്നൂടെ ആളുകൾ. അപ്പോൾ നടന്നു പോകുന്നെങ്കിലും ഒരു മാന്യനായ മനുഷ്യനാണ് പോകുന്നത് എന്ന് തോന്നും. വയസ്സായാലും പണക്കാരനായി അത് നമ്മൾ പറയാതെ മറ്റുള്ളവർ തരണം. അത് തരാൻ ഉള്ള കഴിവുണ്ടാകണമെങ്കിൽ അതിൻ്റെയൊക്കെ ശ്രമം ഈ നമ്മൾ ഈ 16 ക്വാളിറ്റി സൂക്ഷിക്കുക, ക്വാളിറ്റി ലൈഫ്, സ്മാർട്ട് ആൻഡ് ക്വാളിറ്റി ലൈഫ് ഉണ്ടാകാൻ ഏത് കുട്ടിയും ഈ പ്രായത്തിൽ, ഈ 18 വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം. 18 വയസ്സിനൊക്കെ കാര്യങ്ങൾ, അവർക്ക് ചിന്ത ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ സംഗതി, ഈ 18 വയസ്സിലെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, ആദർശങ്ങൾ കാത്തു സൂക്ഷിക്കണം. ആരെന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ ചാടി പുറപ്പെട്ട് കുലിശിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനോ മതപരമായ അടിപിടി കേസുകൾക്കോ ഒന്നും പോകാതെ അള്ളാഹയെ മുൻനിർത്തിക്കൊണ്ട്, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളുമായിരിക്കണം നിൽക്കുന്നത്. സഹജീവികളോട് സ്നേഹം വേണം. നമ്മൾ വഴി ഒരാൾക്ക് ഒരു ദുഃഖവും ഉണ്ടാകരുത്. ഉയർന്ന ചിന്തയൊക്കെ അതെ, ഒരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് പിന്നെ ഇതുപോലെ സമയത്ത് ഹോബികളുണ്ടാകാം. എന്ന് വെച്ചാൽ നമ്മളൊരു ഹോബികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ ചെയ്യാനൊരു രസം ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയില്ലേ, ഇതെൻ്റെ ഒരു ഹോബിയാണ്. പല കാര്യങ്ങളും എൻ്റെ ഒരു ഹോബിയാണ്. എനിക്കിപ്പോൾ ഹോബി പോയി എന്ന് പറഞ്ഞ് എനിക്ക് സാമ്പത്തിക മെച്ചമല്ല, സാമ്പത്തിക മെച്ചം പ്രതീക്ഷിക്കാതെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിലൂടെ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഹോബി. അത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും, പക്ഷേ സാമ്പത്തിക മെച്ചം കിട്ടിയെന്ന് വരില്ല. അതാണ് ഹോബിയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ ഈ 18 വയസ്സാകുമ്പോൾ മുതിർന്ന വ്യക്തിയായിട്ട് സമൂഹം അംഗീകരിക്കും. നമ്മൾക്കും തോന്നണം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ കറക്റ്റ് അരിച്ച് ഗുണിച്ച് വേണം വെളിയിലോട്ട് പോകാൻ. നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊന്നും നമ്മളിൽ നിന്ന് വരരുത്. സ്വകാര്യത കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മൾ കുട്ടികളിൽ നിന്ന് രക്ഷകർത്താക്കളോടാണ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ആരോട് കൂടി ചേർത്ത് പറയുകയാണ്. അതെ,
ആ 18 വയസ്സുകാരനോട് കൂടി ചേർത്ത് വരുന്നത്. പറയാം. സ്വകാര്യത എടുക്കണം, മൂല്യ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. അതെ. മൂല്യാധിഷ്ഠിതം വെച്ചാൽ നമ്മൾ നന്മതിന്മകളെ മനസ്സിൽ കണ്ടുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് വേണം ഓരോ വാക്കും പ്രവൃത്തിയും എല്ലാം വലിയ പോയിന്റ് ആയിരുന്നു. അതായത് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാവണം. അതാണ്. ഇതുവരെ നമ്മൾ കുട്ടിയുടെ ഗണത്തിലേക്കാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുട്ടിയുടെ ഗണത്തിൽ നിന്ന് മാറി അല്ലേ? അതെ. അൽഹംദുലില്ലാ, വളരെ ഉപകാരപ്പെടും നമ്മളെ ഈ ക്ലാസ്. പഠിച്ചവൻ വേണ്ടി ഈ പഠന മധുരത്തിലൂടെ, ഈ ചാനലിലൂടെ അൽഹംദുലില്ലാ ഇത് സാറിനോട് വന്ന് ഈ തുടക്കം ചോദിച്ച്, അതായത് ഒരു അനുവാദം ഇന്റർവ്യൂവിന് ചോദിച്ച് സാർ അനുവദിച്ചു തന്നു. അൽഹംദുലില്ലാ, വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് മേഖലയിലൂടെ ചർച്ചകൾ പോകുന്നു. അൽഹംദുലില്ലാ, ഏകദേശം 18 വയസ്സ് വരെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു സമൂഹത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, അവരെ എങ്ങനെയാണ് തർബിയത്ത്, അതായത് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് ഈ ചാനലിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഇതൊക്കെ ഉപകാരപ്പെടുന്ന ഇൽമുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.